സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുവാൻ സാധ്യതയുള്ള 100 ചോദ്യങ്ങളുടെ ഒരു ക്യുക്ക് റിവിഷനാണ്. അടുത്ത പരീക്ഷയുള്ളവർ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. അപ്പം നിലവിലെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പം നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ സുമൻ ബേരിയാണ്. നീതി ആയോഗിൻ്റെ CEO ആര് എന്ന് ചോദിച്ചാൽ BVR സുബ്രഹ്മണ്യമാണ്. ചെയർമാൻ നരേന്ദ്രമോദി, വൈസ് ചെയർമാൻ സുമൻ ബേരി, CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത് എന്നത് ഓർത്തു വയ്ക്കുക. നീതി ആയോഗ് നിലവിൽ വന്ന ഡേറ്റും കൂടി ഓർക്കുക, 2015 ജനുവരി 1. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കർ ആണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി 2023 ജൂലൈ 14. 2023 ജൂലൈ 14 സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് വിക്ഷേപിച്ച വാഹനം റോക്കറ്റ് ഏത് എന്ന് ചോദിച്ചാൽ LV-M3 M4 ആണ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നതും കൂടി നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, G20 ഉച്ചകോടി 2023 നടന്ന രാജ്യം. G20 ഉച്ചകോടി 2023 ഇന്ത്യയിലാണ്. ഏത് വർഷമാണ്? 2023 G20 ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 5. ഇന്ത്യയുടെ സൗരദൗത്യം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഇന്ത്യയുടെ സൗരദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നിലവിൽ വന്നത് കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നിലവിൽ വന്നത്. സൈബർ സുരക്ഷാ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം. സൈബർ സുരക്ഷാ നിയമം നടപ്പിലാക്കിയത് 2000. സൈബർ സുരക്ഷാ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ഏതാണ്? 2000. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആധുനിക കവിത്രയങ്ങൾ ആരെല്ലാം? കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ എന്നിവരാണ് ആധുനിക കവിത്രയങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ആരൊക്കെയാണ്? കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, പ്രാചീന കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാമാണ്? അടുത്ത ചോദ്യം, ചെസ് ബോർഡിലെ ആകെ കളങ്ങളുടെ എണ്ണം എത്രയാണ്? ചെസ് ബോർഡിലെ ആകെ കളങ്ങളുടെ എണ്ണം 64. ചെസ് ബോർഡിലെ ആകെ കളങ്ങളുടെ എണ്ണം എത്രയാണ്? 64. ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ കൃതിയാണ്? ഖസാക്കിന്റെ ഇതിഹാസം OV വിജയന്റെ കൃതിയാണ്. ഖസാക്കിന്റെ ഇതിഹാസം. ആടുജീവിതം എന്ന നോവലിന്റെ കർത്താവ് ബെന്യാമിൻ. ആടുജീവിതം എന്ന നോവലിന്റെ കർത്താവ് ആരാണ്? ബെന്യാമിൻ ആണ്. ദ്രാവകാവസ്ഥയിലുള്ള ലോഹം മെർക്കുറി. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമാണ് മെർക്കുറി. CV രാമന് നോബൽ സമ്മാനം ലഭിച്ച വർഷം. CV രാമന് നോബൽ സമ്മാനം ഏത് വർഷമാണ് ലഭിച്ചത്? 1930 CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത്. പ്രകാശത്തിന്റെ വിസരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സുപ്രധാനമായ കണ്ടെത്തലായ രാമൻ പ്രഭാവം അഥവാ രാമൻ എഫക്റ്റ് എന്ന ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിനാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. അടുത്തത്,
ISRO രൂപീകൃതമായ വർഷം. ISRO രൂപീകൃതമായത് ഏത് വർഷമാണ്? 1969 ISRO രൂപീകൃതമായത്. 1969. ആണവോർജത്തിന്റെ പിതാവ്, ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് ഹോമി ജെ ഭാഭയാണ്. ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹോമി ജെ ഭാഭ. പെൻസിലിൻ കണ്ടുപിടിച്ചത് ആര്? പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ആപേക്ഷികതാ സിദ്ധാന്തം, തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചത് ആര്? ആപേക്ഷികതാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആപേക്ഷികതാ സിദ്ധാന്തം, തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ആരാണ്? റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കോറൽ ആണ്. ഹെൻറി ബെക്കോറൽ ആണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന തത്വം സുപ്രീം കോടതി ആദ്യമായിട്ട് പ്രഖ്യാപിച്ച കേസ് ഏത്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന തത്വം സുപ്രീം കോടതി ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ്. 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന തത്വം സുപ്രീം കോടതി ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ കേശവാനന്ദ ഭാരതി കേസ് ഇതിൻ്റെ ഒപ്പം നടന്ന വർഷം കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക. 1973. സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 14. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? അയർലൻഡിൽ നിന്നുമാണ്. അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാമത്തെ ഭേദഗതിയാണ്. 1976 42ാമത്തെ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. വർഷം പ്രത്യേകം നോട്ട് ചെയ്യുക. 1976. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് എന്ന് ചോദിച്ചാലോ, മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം 1976 ആണ്. 1976. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അയിത്തം നിരോധിച്ച ആർട്ടിക്കിൾ, അയിത്തം നിരോധിച്ചത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 17. അയിത്തം നിരോധിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. പഞ്ചായത്ത് രാജ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ്? പഞ്ചായത്തി രാജ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി 73ാമത്തെ ഭേദഗതിയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ്? 73ാം ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? 21A ആണ്. അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുവാനുള്ള റിട്ട്, അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുവാനായിട്ടുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ രാഷ്ട്രപതിയാകുവാനുള്ള കുറഞ്ഞ പ്രായം, 35 വയസ്സാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയാകുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സ്. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ എന്തിനെ കുറിച്ചാണ്? ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്?
അംഗീകൃത ഔദ്യോഗിക ഭാഷകളെക്കുറിച്ചാണ്. അംഗീകൃത ഔദ്യോഗിക ഭാഷകളെക്കുറിച്ചാണ് ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ 22 ഔദ്യോഗിക ഭാഷകളാണ് ഉള്ളത്. നിലവിൽ എത്ര ഭാഷകളാണ്? 22 ഔദ്യോഗിക ഭാഷകൾ. ധനകാര്യ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏത്? ധനകാര്യ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 360. ആർട്ടിക്കിൾ 360. ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഒരു തവണ മാത്രം. സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമോപദേശകൻ. സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമോപദേശകനാണ് അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമോപദേശകനാണ് അഡ്വക്കേറ്റ് ജനറൽ. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയ ഭേദഗതി ഏതാണ്? വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത് 61ാമത്തെ ഭേദഗതിയാണ്. 61ാം ഭേദഗതി. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച്, അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്നത്? 7ാം ഷെഡ്യൂളിലാണ്. ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂളിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച്, അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്നത്. 7ാം ഷെഡ്യൂൾ. സസ്യങ്ങളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സസ്യങ്ങളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓക്സാനോമീറ്റർ ആണ്. ഓക്സാനോമീറ്റർ ആണ് സസ്യങ്ങളുടെ വളർച്ച അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം. ഓക്സാനോമീറ്റർ. ഓക്സാനോമീറ്റർ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. ശരീരത്തിലെ 2ാം ഹൃദയം എന്നറിയപ്പെടുന്ന അവയവം ഏത്? ശരീരത്തിലെ 2ാം ഹൃദയം എന്നറിയപ്പെടുന്നത് കണങ്കാൽ പേശികളാണ്. കാഫ് മസിൽസ് അല്ലെങ്കിൽ കണങ്കാൽ പേശികളാണ് ശരീരത്തിലെ 2ാം ഹൃദയം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏത്? കേരളത്തിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആര്? പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഗ്രാമസഭയുടെ അധ്യക്ഷൻ ബന്ധപ്പെട്ട വാർഡ് മെമ്പറാണ്. ബന്ധപ്പെട്ട വാർഡ് മെമ്പറാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഗ്രാമസഭയുടെ അധ്യക്ഷൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി. ഇന്ത്യൻ ദേശീയ പതാകയുടെ രൂപകൽപ്പന നിർവഹിച്ചത് ആര്? ഇന്ത്യൻ ദേശീയ പതാകയുടെ രൂപകൽപ്പന നിർവഹിച്ചത് പിംഗലി വെങ്കയ്യയാണ്. പിംഗലി വെങ്കയ്യ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിരയാണ് ആൻഡീസ് പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതാണ്? ആൻഡീസ് പർവ്വതനിരയാണ്. മദ്യപിക്കുന്ന വ്യക്തികളിൽ ഏത് അവയവത്തെയാണ് സിറോസിസ് ബാധിക്കുന്നത്? മദ്യപിക്കുന്ന വ്യക്തികളിലെ ഏത് അവയവത്തെയാണ് സിറോസിസ് ബാധിക്കുന്നത്? കരളിനെയാണ്. കരൾ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. 1853 മുംബൈ മുതൽ താനെ വരെ ആദ്യ ട്രെയിൻ ഓടിയത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. 1853 മുംബൈ മുതൽ താനെ വരെ ആദ്യത്തെ ട്രെയിൻ ഓടിയത് ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ്. കോശത്തിന്റെ ഊർജ നിലയം എന്നറിയപ്പെടുന്ന കോശാംഗം. കോശത്തിന്റെ ഊർജ നിലയം മൈറ്റോകോൺട്രിയ ആണ്. കോശത്തിന്റെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയം. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലൂമിനിയം.
ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അലൂമിനിയം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക പ്ലാനേറ്ററി മോഡൽ അവതരിപ്പിച്ചത് ആര്? ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ്. ഇന്ത്യയിൽ സുനാമി ഉണ്ടായ വർഷം ഏത്? ഇന്ത്യയിൽ സുനാമി ഉണ്ടായ വർഷം 2004 ഡിസംബർ 26 2004 ഡിസംബർ 26 ഇന്ത്യയിൽ സുനാമി ഉണ്ടായത്. 2004 ഡിസംബർ 26. വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ് മിറർ. മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ച തീയതി എന്ന്? മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ച തീയതി 1900 മാർച്ച് 12 1900 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് ഗുജറാത്തിലെ ദണ്ഡിയിലേക്ക് ദണ്ഡിയാത്ര ആരംഭിച്ചു. 1930 മാർച്ച് 12. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണ്. ഓക്സിജൻ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ആര്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് രാജ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ആരാണ്? രാജ് ബിഹാരി ബോസ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ കെ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള പോയിന്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള പോയിന്റ് ആണ് ഇന്ദിരാക്കോൾ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള പോയിന്റ് ഏതാണ്? ഇന്ദിരാക്കോൾ. റിക്ടർ സ്കെയിൽ എന്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നു? റിക്ടർ സ്കെയിൽ ഭൂകമ്പം. ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നു റിക്ടർ സ്കെയിൽ. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ് ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? അണ്ഡം. ജപ്പാന്റെ കറൻസി ഏതു പേരിൽ അറിയപ്പെടുന്നു? ജപ്പാന്റെ കറൻസി യെൻ ആണ്. ജപ്പാന്റെ കറൻസി യെൻ. നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത ആര്? നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത മേരി ക്യൂറി ആണ്. മേരി ക്യൂറി. എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? എൻ്റെ കഥ എന്നത് ആരുടെ ആത്മകഥയാണ്? മാധവിക്കുട്ടി. മാധവിക്കുട്ടി അല്ലെങ്കിൽ കമല സുരയ്യയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ കഥ. എൻ്റെ കഥ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഭാരതീയ റിസർവ് ബാങ്ക് രൂപീകൃതമായ വർഷം? ഭാരതീയ റിസർവ് ബാങ്ക് 1935 ഏപ്രിൽ 1 RBI രൂപീകൃതമായ വർഷം 1935 ഏപ്രിൽ 1. സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതും കോശത്തിന് ദൃഢത നൽകുന്നതുമായ ഭാഗം ഏത്? സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതും കോശത്തിന് ദൃഢത നൽകുന്നതുമായ ഭാഗമാണ് കോശഭിത്തി. കോശഭിത്തി. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? വിറ്റാമിൻ ബിയും സിയുമാണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുണ്ട്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബി, സി എന്നിവ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക.
ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷമർദ്ദം ബാരോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? 16 കിലോമീറ്റർ. അടുത്ത ചോദ്യം, പുരാതന തമിഴകത്തെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് അറിവ് നൽകുന്ന സാഹിത്യകൃതികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പുരാതന തമിഴകത്തെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് അറിവ് നൽകുന്ന സാഹിത്യകൃതികളാണ് സംഘകാല സാഹിത്യം. പുരാതന തമിഴകത്തെ ഭൂമിശാസ്ത്രപരമായ 5 തിണകൾ ഏതെല്ലാം? പുരാതന തമിഴകത്തെ ഭൂമിശാസ്ത്രപരമായ 5 തിണകളാണ് കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ. കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ എന്നിവ പുരാതന തമിഴകത്തെ ഭൂമിശാസ്ത്രപരമായ 5 തിണകളാണ്. കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ. കേരളത്തിലെ പ്രധാന മുനിയറകൾ കാണപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ പ്രധാന മുനിയറകൾ കാണപ്പെടുന്ന സ്ഥലം മറയൂറാണ്. ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ് മുനിയറകൾ കാണപ്പെടുന്ന സ്ഥലം. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയാത്ത മാധ്യമം ഏത്? ശബ്ദത്തിന് ശൂന്യതയിലൂടെ സഞ്ചരിക്കുവാൻ സാധ്യമല്ല. ശബ്ദത്തിന് ശൂന്യത അല്ലെങ്കിൽ വാക്കത്തിലൂടെ സഞ്ചരിക്കുവാൻ സാധ്യമല്ല. ഒരു കുതിരശക്തി അല്ലെങ്കിൽ ഒരു 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ടാണ്? 746 വാട്ടാണ് ഒരു കുതിരശക്തി അല്ലെങ്കിൽ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. 746 വാട്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ബാലവേല നിരോധിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 24 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 24. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ബോംബെയിലാണ്. 1885 ബോംബെയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അല്ലെങ്കിൽ മൗണ്ട് ഓസ്റ്റിൻ, ഗോഡ്വിൻ ഓസ്റ്റിൻ ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2ന്റെ മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരയിലാണ്. കാരക്കോറം നിരയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്ന സമ്മേളനം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്ന സമ്മേളനം 1907 സൂറത്ത് സമ്മേളനമാണ്. 1907 സൂറത്ത് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ട് പിളർന്നത്. 1907 സൂറത്ത് സമ്മേളനം. മനുഷ്യ ശരീരത്തിലെ ഏത് ദഹനരസത്തിലാണ് എൻസൈമുകൾ അടങ്ങിയിട്ടില്ലാത്തത്? മനുഷ്യ ശരീരത്തിലെ ഏത് ദഹനരസത്തിലാണ് എൻസൈമുകൾ അടങ്ങിയിട്ടില്ലാത്തത്? പിത്തരസത്തിലാണ് എൻസൈമുകൾ അടങ്ങിയിട്ടില്ലാത്തത്. ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22-നാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ വിമാനങ്ങൾ സഞ്ചരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാളി ഏതാണ്? ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ വിമാനങ്ങൾ സഞ്ചരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ വിമാനങ്ങൾ സഞ്ചരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാളി സ്ട്രാറ്റോസ്ഫിയർ. മനുഷ്യ ശരീരത്തിലെ രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള രോഗം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള രോഗമാണ് ഹീമോഫീലിയ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആര്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം.
പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് രാജസ്ഥാനിലാണ്. 1959 രാജസ്ഥാനിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. മനുഷ്യ ശരീരത്തിൽ മധുരവും ഉപ്പും തിരിച്ചറിയാൻ സഹായിക്കുന്ന നാവിലെ മുകുളങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ്? നാവിന്റെ മുൻഭാഗത്താണ്. നാവിന്റെ മുൻഭാഗത്ത്. മനുഷ്യ രക്തത്തിന്റെ ഏകദേശ pH മൂല്യം എത്രയാണ്? 7.4. മനുഷ്യ രക്തത്തിന്റെ ഏകദേശ pH മൂല്യം 7.4. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ആണ്. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ആഗ്നേയഗ്രന്ഥി അഥവാ പാൻക്രിയാസ്. ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.